ഇന്നൊരു അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് മിനിമം ഇൻ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ. സോ ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് കടക്കാം. അതായത് ഒരു അരേ തന്നിട്ടുണ്ടാവും. ആ അരേ റൊട്ടേറ്റഡ് ആയിക്കാരം. അതായത് ബേസിക്കലി അത് സോർട്ടഡ് ആണ്. പക്ഷെ സോർട്ടഡിൽ ഒരു അരേ ഒന്ന് തിരിച്ചിട്ടിട്ടുണ്ടോ, അതായത് ഒന്ന് കറക്കിയിട്ടാണ് തന്നത്. അപ്പൊ ഇവിടെ തന്ന ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോർട്ടഡ് ആയിട്ടുള്ള അരയാണ് 0 1 2 4 5 6 7. ഇതിൽ നമ്മളിപ്പോൾ ഒരു കെ ടൈംസ് ഒന്ന് റൊട്ടേഷൻ നടത്തുക. റൊട്ടേഷൻ ആകുമ്പോൾ ഈ ലാസ്റ്റ് എലമെന്റ് ഫസ്റ്റിലേക്ക് വരും, ഫസ്റ്റ് എലമെന്റ് സെക്കൻഡിലേക്ക് പോകും, സെക്കൻഡ് തേർഡിലേക്ക്, അങ്ങനെ അങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേ നിൽക്കും. അങ്ങനെ ഒരു 4 തവണ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ 0 1 2 എന്ന് ഇവിടെ എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഇവിടെയാണ് കണ്ടിന്യൂ ചെയ്യുക. അതേപോലെ ഇതിപ്പം 7 തവണ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് എത്തും. അപ്പോൾ അതാണ് റൊട്ടേറ്റഡ് അറേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി ഇത് സോർട്ടഡ് ആണ്, പക്ഷെ ലൈക്ക് റൊട്ടേറ്റഡ്, അതായത് ഇതിന്റെ സ്റ്റാർട്ടിങ് എവിടെയെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ ഉള്ളിടത്ത് സ്റ്റാർട്ടിങ് ഇവിടെയാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്ത എലമെന്റ് ഈ അടുത്തത് കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ നിന്നാണ് കണ്ടിന്യൂഷൻ. ഓക്കെ, അപ്പോൾ എല്ലാം സോർട്ടഡ് ആയിക്കാരും ബേസിക്കലി. അതാണ് ഈ റൊട്ടേറ്റഡ് സോർട്ടഡ് അറേ എന്ന് പറയുന്നത്. അപ്പം ഈ അറേ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ കരുതുന്നു. ഇനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ തന്നിരിക്കുന്ന അറേയിൽ ഏറ്റവും മിനിമം എലമെന്റ് കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ തന്ന പോലെ ഈ തന്നതൊക്കെ സോർട്ടഡ് ആയിട്ടുള്ള ഒരു അരയാണെന്നുണ്ടെങ്കിൽ എന്താണ് മിനിമം എലമെന്റ്? മിനിമം എലമെന്റ് എപ്പോഴും ഈ അരയിൽ ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് ലെഫ്റ്റ് സൈഡിലെ നമ്പർ ആയിക്കാരം എപ്പോഴും മിനിമം. പക്ഷെ ഇവിടെ ഇത് റൊട്ടേറ്റഡ് ആയതുകൊണ്ട് ലെഫ്റ്റിലത് മിനിമം ആവണമെന്ന് ഗ്യാരണ്ടി ഇല്ല. അപ്പം ഇവിടെ 4 ആണ്, പക്ഷെ മിനിമം എന്താണ് 0 ആണ്. പക്ഷെ ഇവിടെ 7 തവണ റൊട്ടേറ്റ് ചെയ്തിട്ടും ഈ ലെഫ്റ്റത്തെ എലമെന്റ് ആണ് ഏറ്റവും ചെറിയ എലമെന്റ്. ഓക്കെ, സോ ഏറ്റവും ചെറിയ എലമെന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളെല്ലാവരും വിചാരിക്കും ഓക്കെ ഇത് സിമ്പിൾ ആണല്ലോ, നമ്മൾ ഒന്ന് ട്രാവേഴ്സ് ചെയ്താൽ മതിയല്ലോ. അപ്പം ഒരു ലൂപ്പ് ഇടുക, ആ ലൂപ്പിൽ ഇട്ടിട്ട് ഓരോ എലമെന്റ് നോക്കുക. ഇപ്പൊ 3 ആണോ ചെറുത്, നമ്മൾ ഫസ്റ്റ് 3 ആണ് ചെറുതെന്ന് കൺസിഡർ ചെയ്യുക. പിന്നെ 4 വലുതാണ്, 5 വലുതാണ്, ആ 1 3നേക്കാളും ചെറുതാണ്, അപ്പോൾ 1 ആണ് ഇനി മിനിമം. അടുത്ത 2 1നേക്കാളും ചെറുതല്ല, അപ്പം ഏറ്റവും വന്നതിൽ ഏറ്റവും മിനിമം 1 ആണ്. അപ്പൊ ആൻസർ 1 നമുക്ക് പറയാം. യെസ്, ഇത് വർക്ക് ചെയ്യും. ഇതൊരു വളരെ നൈവ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആണ്. പക്ഷെ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന ആൽഗോരിതം ലോഗ് എൻ ടൈമിൽ നമ്മൾ എഴുതണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത് എന്തിലാണ്? ഇത് എല്ലാ എലമെന്റ്സിലൂടെ നമ്മൾ ലൂപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഓഫ് എൻ ആണ് നമുക്ക് ഈ ഒരു അൽഗോരിതം, അതായത് ബ്രൂട്ട് ഫോഴ്സ് ആട്ടോ ഇത്. നൈവ് സൊല്യൂഷന് ബ്രൂട്ട് ഫോഴ്സ് ആണ്. ഈ ബ്രൂട്ട് ഫോഴ്സ് എന്താ ഓഫ് എൻ ആണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ലോഗ് എന്നിൽ ഇതാക്കുക, സോൾവ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. ആ ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സോർട്ടഡ് ആയിട്ടുള്ള ഒരു അരേ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഓക്കെ, സോർട്ടഡ് ആയിട്ടുള്ള ഒരു അരേ, അതിപ്പോൾ ഇനിയിപ്പോൾ റൊട്ടേറ്റഡ് സോർട്ടഡ് ആവട്ടെ അല്ലെങ്കിൽ വേറെ ഏത് റിവേഴ്സ് സോർട്ടഡോ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, സോർട്ടഡ് ആണെങ്കിൽ അതിന് അതിന്റെ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ അതിന് മിക്ക ആൽഗോരിതം പോകുന്നത് ബൈനറി സെർച്ചിലേക്ക് കാര്യം. ഓക്കെ, സോ ഇതൊരു കീവേഡ് ആയിട്ട് എല്ലാവരും ഓർത്ത് വെക്കാൻ നല്ലതാണ്. കാരണം 90% ഓഫ് കേസിലും ഇത് ഇങ്ങനെയൊക്കെ. ഇപ്പം ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ട്രീന്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഒക്കെ സോർട്ടഡ് എന്നുള്ള ഒരു വേർഡ് വരികയാണെങ്കിൽ മോസ്റ്റ് പ്രോബ്ലി അത് ബൈനറി സെർച്ചോ അല്ലെങ്കിൽ ബൈനറി സെർച്ചിന്റെ തന്നെ ഒരു മോഡിഫൈഡ് വേർഷനിലേക്കാണ് അതിന്റെ സൊല്യൂഷൻ പോവുക. അപ്പം ബൈനറി സെർച്ച് ലോഗ് എന്നിലാണ് സൊല്യൂഷൻ ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ നമുക്ക് ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഈ എക്സാമ്പിളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, ഈ എക്സാമ്പിളിൽ നിന്ന് ഇപ്പം ഇതിന്റെ പിവറ്റ് പോയിന്റ് എവിടെയാ? ഇവിടെയാണ് ഇതിന്റെ പിവറ്റ് പോയിന്റ്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് പിന്നെ റിവേഴ്സിൽ വരികയാണെങ്കിൽ ഇത് സോർട്ടഡ് അരയാണ് അല്ലേ? ഇങ്ങനെയാണ് അപ്പം ഈ അര പോകുന്നത്. അപ്പം മിനിമം എലമെന്റ് 1 ആണ്. അപ്പൊ നമ്മൾ ഇതിൽ എന്താ ബൈനറി സെർച്ച് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമ്മൾ മിഡിൽ എലമെന്റ് എടുക്കും, എന്നിട്ട് പിന്നെ ലെഫ്റ്റിലേക്ക് പോകണോ അതോ റൈറ്റിലേക്ക് പോകണോ എന്ന് ഡിസിഷൻ എടുക്കുക. അപ്പോൾ റൈറ്റിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ 1 and 2 മാത്രമാണ് നോക്കുക. പിന്നെ ഇതിൽ വീണ്ടും മിഡിൽ എടുക്കുക, ആ മിഡിൽ എടുത്തിട്ട് ലെഫ്റ്റ് വേണോ റൈറ്റ് വേണോ നോക്കുക, എന്നിട്ട് പോവുക. അപ്പം ഇതാണ് ബേസിക്കലി ബൈനറി. അതായത് ഒരു സൈഡ് നമ്മൾ, അതായത് പകുതിയോടെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. അങ്ങനെ പകുതിയോടെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് ഓരോ സ്റ്റെപ്പിലും ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ് ഇതിന് ലോഗ് എൻ കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ട് അത് ലോഗ് എൻ എന്നുള്ളത്. അതായത് ഓരോ സ്റ്റെപ്പിലും നമ്മൾ പകുതി പകുതി മുറിച്ച് ഒഴിവാക്കുകയാണ്. ഇപ്പൊ ഇവിടെ ഒരു 10 ഒരു 100 എലമെന്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 10 ഇറ്ററേഷനിലൂടെ 10 ഇറ്ററേഷൻ ചെയ്യുമ്പോൾ ഇത് മൊത്തം സോൾവ് ചെയ്യും. മറ്റേതാണ് നമ്മൾ ഈ 100 ഇറ്ററേഷൻ ചെയ്യേണ്ടി വരും. ഇത് ജസ്റ്റ് 10 തരും. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന്റെ ഇൻഡ്യൂഷൻ, അതായത് ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്ത് സോർട്ടഡ് ആണ്, അതുകൊണ്ട് നമ്മൾ ഇത് ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യണം എന്നുള്ളിടത്ത് നമ്മൾ ഒരു ഐഡിയ കിട്ടി. ഓക്കെ, ഒരു പാർട്ടായി. രണ്ടാമത്തെ പാർട്ട്, ഓക്കെ, ഇനി ഇപ്പൊ ബൈനറി സെർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മിഡിൽ എടുത്ത്, ഓക്കെ, മിഡിൽ എടുത്ത് മനസ്സിലായി. പക്ഷെ ഇതിൽ എങ്ങനെ നമ്മളിപ്പോ ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുക? ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിളിൽ ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് ഇങ്ങനെയാണ് വരുന്നത്. 5 1 2 3
4 ഇങ്ങനെയാണ് വരുന്നതെന്ന് കരുത്. ഇതാണ് നമ്മളെ അറേ. ഇങ്ങനത്തെ ഒരു കേസിലാണ് വരുന്നത് നമ്മളെ മിഡിൽ 2 നമ്മൾ 2ലെത്തി. അപ്പം ഇതിലിപ്പം ലീസ്റ്റ് കിടക്കാൻ ലെഫ്റ്റ് സൈഡിലാണ്. അപ്പം നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാലാണോ നമുക്ക് ചെറുത് കിട്ടുക അതോ റൈറ്റിലേക്ക് നോക്കിയാലാണോ ചെറുത് കിട്ടുക? സെയിം സിറ്റുവേഷൻ ഈ എക്സാമ്പിളും ലെഫ്റ്റിലേക്ക് നോക്കിയാലാണോ ചെറുത് കിട്ടുക അതോ റൈറ്റിലേക്ക് നോക്കിയാലാണോ ചെറിയൊരു എലമെന്റ് കിട്ടുക എന്നുള്ളത് കണ്ടുപിടിക്കണം. സോ ബേസിക്കലി ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ട്രിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ രണ്ട് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഒരു പാർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ്, അതായത് ഈ 3 4 5 തൊട്ടാണ് മിഡിൽ എലമെന്റ് വരെ ഉള്ളത് ഒരു ലെഫ്റ്റ് സൈഡ് ആയിട്ടും ഇതൊരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ. രണ്ടാമത്തെ പാർട്ട് ഈ മിഡിൽ എലമെന്റും അതിന്റെ റൈറ്റിലെ സാധനങ്ങളും നോക്കുക. ഓക്കെ. ഇതാണ് ഒരു പാർട്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക ഈ രണ്ട് പാർട്ടിന് എന്തെങ്കിലും പ്രത്യേകതകൾ കാണുന്നുണ്ടോ നോക്കുക. ഞാൻ അതുപോലെ ഈ ഇവിടുത്തെ ഈ എക്സാമ്പിൾ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെ റൈറ്റ് സൈഡ് ഞാൻ മാർക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡ് ഇതും. ഓക്കെ. ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ എന്താണ് ഒരു ഒരു ഒബ്സർവേഷൻ എന്താ ഇതിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇപ്പം ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്താണ്? 3 4 5. 3 4 5. ഓക്കെ, ഗുഡ്. റൈറ്റ് സൈഡോ 5 1 2. എന്തോ ഒരു വശപശക ഉണ്ടല്ലേ. അതെന്താണ്? ഈ ലെഫ്റ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ 3 4 5 സോർട്ടഡ് ആണ് അല്ലേ? ഈ ഒരു പാർട്ട് സോർട്ടഡ് ആണ്, പക്ഷെ റൈറ്റ് സൈഡ് സോർട്ടഡ് അല്ല. 5 1 2 സോർട്ടഡ് അല്ല. അപ്പം ഇതിന്റെ മിനിമം കിടക്കുന്നത് എവിടെയാ? റൈറ്റ് സൈഡിലും. അതായത് അൺസോർട്ടഡ് ആയിട്ടുള്ള പാർട്ടിലാണ് നമ്മളെ മിനിമം കിടക്കുന്നത്. ഓക്കെ. നമുക്ക് മറ്റേ എക്സാമ്പിളിൽ എന്താ നോക്കുക? മറ്റേ എക്സാമ്പിളിൽ ഇപ്പോൾ റൈറ്റ് സൈഡ് ഒക്കെ 2 3 4 എന്നുള്ളത് സോർട്ടഡ് ആണ്, ഇത് സോർട്ടഡ് ആണ്. ലെഫ്റ്റ് സൈഡ് 5 1 2 സോർട്ടഡ് അല്ല. അപ്പം സോർട്ടഡ് അല്ല ഇവിടെ. മിനിമം എവിടെ കിടക്കുന്നത്? ലെഫ്റ്റിലും. ഓക്കെ. അപ്പം ഇവിടെ ലെഫ്റ്റിലാണ് നമ്മളെ മിനിമം കിടക്കുക, അതും അൺസോർട്ടഡ്. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? എപ്പോഴും നമ്മളെ മിനിമം എലമെന്റ് എവിടെ ഉണ്ടാവുന്നത്? മിനിമം എലമെന്റ് എപ്പോഴും അൺസോർട്ടഡ് സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, അൺസോർട്ടഡ് സൈഡ്. സോ നമ്മളെ രണ്ടാമത്തെ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനായി. ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണോ? നമ്മൾ എങ്ങോട്ടാ പോവുക? നമ്മൾ അൺസോർട്ടഡ് ആയിട്ടുള്ള സൈഡ് ഏതാണോ അത് ലെഫ്റ്റ് ആവട്ടെ റൈറ്റ് ആവട്ടെ ആ സൈഡിലേക്ക് പോകണം. ഓക്കെ, അതാണ് നമ്മൾ ഇൻഡ്യൂഷൻ. ഓക്കെ, ഈ രണ്ടാണ് നമ്മളെ മെയിൻ ലോജിക് എന്ന്. അപ്പൊ ഈ അൺസോർട്ടഡ് ആയിട്ടാണ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? അൺസോർട്ടഡ് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മൾ മിഡിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മിഡിൽ എലമെന്റ് നമ്മളെ ലെഫ്റ്റ് എലമെന്റിനേക്കാളും വലുതാണോ നോക്കുക. അങ്ങനെ വലുതാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലെസ് മീൻസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ആണെന്നുണ്ടെങ്കിൽ ഓക്കെ ലെഫ്റ്റ് ചെറുതാണ് മിഡിൽ വലുതാണ്, അപ്പൊ ലെഫ്റ്റ് സൈഡ് സോർട്ടഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് ഒരു മെത്തേഡ്. രണ്ടാമത്തേത് മിഡിൽ എലമെന്റ് ലെസ് ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ റൈറ്റ് സൈഡ് ആണോ നോക്കുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ആണ് സോർട്ടഡ്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ 2 ഈസ് ലെസ് ദാൻ 4, പക്ഷെ 5 ഈസ് ഗ്രേറ്റർ ദാൻ 2. അപ്പൊ 5 ഈസ് നോട്ട് ലെസ് ദാൻ 2. അപ്പോൾ ലെഫ്റ്റ് എന്തായാലും സോർട്ടഡ് അല്ല, റൈറ്റ് സോർട്ടഡ് ആണ്. ഇവിടെ അതേപോലെ 5 ലെസ് ദാൻ 2 ആണോ? അല്ല, അപ്പം ഈ സൈഡാണ് അൺസോർട്ടഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ലെസ് ദാൻ 5 ആണ്, അപ്പൊ ഇത് എന്തായാലും സോർട്ടഡ് ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് നോക്കാം ഏത് സൈഡാണ് സോർട്ടഡ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് ഓരോ ഇറ്ററേഷൻ പോകുമ്പോൾ അപ്പോഴും നമ്മൾ റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ വേണം. ഈ റിസൾട്ടിൽ നമ്മൾ എന്ത് ചെയ്യുക? മിനിമം വാല്യൂ എപ്പോഴും സ്റ്റോർ ചെയ്തുകൊണ്ടേ നിൽക്കണം. അപ്പൊ അത് മിനിമം വാല്യൂ ഒന്നുമില്ല നമ്മളെ മിഡിൽ എലമെന്റ് ആവും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കറണ്ട് റിസൾട്ട് ആണ്. അപ്പൊ ഇത് നമ്മൾ സ്റ്റോർ ചെയ്തുകൊണ്ട് വേണം ഇത് പോവാൻ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പൊ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ ഇപ്പം മിഡിലാണ് സോർട്ടഡ് എന്ന് കരുതുക. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സോർട്ടഡ്, നമ്മൾ മിഡിൽ ഇവിടെ വരുന്നത്. പിന്നെ എന്തായാലും നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ ഏതെങ്കിലും സൈഡിലേക്ക് പോകാം, പക്ഷെ 1 ആണ് ആൻസർ. അപ്പം നമ്മൾ റിസൾട്ടിൽ ആൾറെഡി 1 എന്നുള്ളത് സ്റ്റോർ ചെയ്തിട്ടാണ് പിന്നെ പോകുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുമ്പോൾ ഇതും സോർട്ടഡ് ആണ്, ഇത് അൺസോർട്ടഡ് ആയിട്ടേക്കാരും കാണും. അപ്പൊ നമ്മൾ ബേസിക്കലി ഈ സൈഡിലേക്കാരും പോകുന്നത്. അപ്പം നമ്മൾ 4ഉം 5ഉം നോക്കും, പിന്നെ ഇതിൽ മിഡിൽ എടുത്തിട്ട് ഏതാന്ന് നോക്കും. അപ്പം നമ്മൾ ഈ 4ഉം 1 അപ്ഡേറ്റ് 1 തന്നെയൊക്കെ ആൻസർ. പിന്നെ റൈറ്റിലേക്ക് പോകുമ്പോൾ 5 കിട്ടും, 5ഉം 1ഉം നോക്കും 1 തന്നെയാണ് ആൻസർ. അങ്ങനെ നമ്മൾ 1ലേക്ക് വരും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ബേസിക്കലി ബൈനറി സെർച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? അൺസോർട്ടഡ് പാർട്ടിലേക്ക് മൂവ് ചെയ്തിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മിനിമം റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിളിൽ മിനിമം നമ്പർ മിനിമം വാല്യൂ ട്രാക്ക് ചെയ്യും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. നമ്മൾ ഇതിപ്പോൾ ബൈനറി സെർച്ച് ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ തന്നിരിക്കുന്ന അറേ ഓൾറെഡി സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 1 2 3 4 ഇങ്ങനെയുള്ള ഒരു സോർട്ടഡ് ആയിട്ടുള്ള ഒരു അറേ തരുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ബൈനറി സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ ബൈനറി ഇപ്പോൾ സോർട്ടഡ് ആണ് ഓൾറെഡി നമുക്കറിയാം ലെഫ്റ്റ് മോസ്റ്റ് എലമെന്റ് ഒക്കെ എപ്പോഴും ചെറിയ എലമെന്റ് എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ എല്ലാ ഡിവിഷനിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ഈ 4 5 എന്നുള്ള ഒരു എലമെന്റ് വന്ന് അല്ലേ,
ഇവിടെ ഇങ്ങനെ 4 5 വന്നപ്പോൾ വീണ്ടും നമ്മളിങ്ങനെ ബൈനറി സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ സോർട്ടഡ് ആണോ നോക്കുക, നമുക്കുള്ള നമ്മളെ അടുത്തുള്ള ആരെ സോർട്ടഡ് ആണോ എന്ന് എങ്ങനെ നോക്കുക. ലെഫ്റ്റ് റൈറ്റിനേക്കാളും ചെറുതാണെങ്കിൽ, ലെഫ്റ്റ് റൈറ്റിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ എലമെന്റ്സും സോർട്ടഡ് ആയിക്കാരം. അപ്പോൾ ലെഫ്റ്റ് ആണ് ആൻസർ. ഓക്കെ, സോ ഈ കേസിൽ ലെഫ്റ്റ് എലമെന്റ് നമ്മൾ റിട്ടേൺ ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് എന്താ വെച്ചാൽ സോർട്ടഡ് ആണോ നോക്കുക. ഈ ചെക്ക് ചെയ്തിട്ട് ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് റിട്ടേൺ ചെയ്യുക. ഓക്കെ, ഇത് നമ്മൾ നോക്കണം. ഇനി നമുക്ക് ഇത് കോഡ് ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് റിസൾട്ട് എന്നുള്ളൊരു വേരിയബിൾ ആണ്. അപ്പോൾ റിസൾട്ട് ഞാൻ ഇനീഷ്യൽ വാല്യൂ എന്താ കൊടുക്കുന്നത് വെച്ചാൽ ഈ നംസിൽ ഫസ്റ്റ് വാല്യൂ എന്താണോ അതാണ് റിസൾട്ട് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ഇനി നമ്മൾ ബൈനറി സെർച്ച് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് പോയിന്റർ ആണ്, ലെഫ്റ്റ് പോയിന്റർ ആണ് ഫസ്റ്റത്തെ എലമെന്റും, റൈറ്റ് പോയിന്റർ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റത്തെ പോയിന്ററും നമ്പറുമാണ് വേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഇത് രണ്ടും കണ്ടുമുട്ടുന്ന വരെ ഇത് ഇറ്ററേറ്റ് ചെയ്തുകൊണ്ട് നോക്കുക. അപ്പോൾ ഇറ്ററേറ്റ് നമ്മൾ ഫസ്റ്റ് മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കണം. മിഡിൽ എലമെന്റ് എന്താണ്? L+R ഡിവൈഡഡ് ബൈ 2. പൈത്തണിൽ ഇങ്ങനെ /2 ആണ് കൊടുക്കുന്നത്. അതാവുമ്പം നമുക്ക് ഇൻറ്റീജർ വാല്യൂ കിട്ടും. ഒരു ഡിവിഷനെ കൊടുക്കുന്നുണ്ട് ഫ്ലോട്ടിംഗ് വേരിയബിൾ ആയിക്കാരം. അപ്പം ഇങ്ങനെയാണ് മിഡിൽ എലമെന്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞത് എന്താ, നമ്മളിത് ഓൾറെഡി സോർട്ടഡ് ആണോ നോക്കണ്ടേ. അപ്പോൾ ആ സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കണ്ടീഷൻ ഇവിടെ എഴുതാം. അതായത് ഇതിന്റെ ലെഫ്റ്റ് വാല്യൂ മറ്റേ റൈറ്റ് വാല്യൂനേക്കാളും ചെറുതാണോ നോക്കുക. അങ്ങനെ ലെഫ്റ്റ് റൈറ്റിനേക്കാളും ചെറുതാണെന്ന് നമ്മൾ റിസൾട്ട് വാല്യൂ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. റിസൾട്ട് വാല്യൂ മിനിമം ഓഫ് ഇപ്പോഴത്തെ റിസൾട്ട് അല്ലെങ്കിൽ നംസ് ഓഫ് എൽ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. ഈ ലൂപ്പ് നമുക്ക് എക്സിറ്റ് ചെയ്യാം. പിന്നെ അത് വെറുതെ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സോർട്ടഡ് ആണ്, ആൻസർ കിട്ടി. ഇതാണ് നംസ് ഓഫ് എൽ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള റിസൾട്ട് ആണ് ആൻസർ. ഇനി നമുക്ക് മിഡിൽ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടാസ്ക് എന്താ, ഏത് സൈഡാണ് സോർട്ടഡ് ഏത് സൈഡാണ് അൺസോർട്ടഡ്, ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കാം. അപ്പോൾ ലെഫ്റ്റ് ആണ് സോർട്ടഡ് എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ നോക്കേണ്ടത്, നംസ് ഓഫ് എൽ ഇത് നമ്മളെ എന്താ മിനിമത്തെ മിഡിലിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണ്. അപ്പം ഈ ഒരു സിനാരിയോക്ക് ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ലെഫ്റ്റ് സോർട്ടഡ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സിനാരിയോയിൽ നമ്മൾ ലെഫ്റ്റ് സോർട്ടഡ് ആണെന്നാണ് മനസ്സിലായത്. ലെഫ്റ്റ് സോർട്ടഡ് ആയി കഴിഞ്ഞാൽ എങ്ങോട്ട് പോകണം, നമ്മളപ്പം ഗോ ടു റൈറ്റ്. ഓക്കെ, സോ ലെഫ്റ്റ് സോർട്ടഡ് ആയി. അപ്പം നമ്മൾ റൈറ്റിലേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ലെഫ്റ്റ് പോയിന്ററിന് അപ്ഡേറ്റ് ചെയ്താൽ ലെഫ്റ്റ് പോയിന്ററിന് നമ്മൾ മിഡിൽ+1 എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഈ സൈഡാണ്, അതായത് റൈറ്റ് സൈഡാണ് സോർട്ടഡ്. അപ്പം നമ്മൾ ലെഫ്റ്റിലേക്ക് പോകണം. അപ്പോൾ ലെഫ്റ്റിലേക്ക് പോകാൻ നമ്മൾ റൈറ്റ് പോയിന്ററിന് മിഡിൽ-1 എന്നുള്ളതും കൊടുക്കുന്നു. ഓക്കെ, ഞാൻ മുമ്പ് ഇവിടെ മേലെ ഞാൻ ഈ റിസൾട്ട് വേരിയബിളിനൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് വീണ്ടും മിനിമം ഓഫ് ഇപ്പോഴത്തെ റിസൾട്ട് അല്ലെങ്കിൽ നമ്മളെ മിഡിൽ വാല്യൂ ഉണ്ടല്ലോ ഇപ്പം ഒന്നെങ്കിൽ അതാവും. അപ്പം ഇതാവണം ആൻസർ. ഓക്കെ, നമ്മൾ ഇതിങ്ങനെ ലൂപ്പ് പോയിക്കൊണ്ടിരുന്നോളും. നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് എന്താണ്, റിസൾട്ടിനെയാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇതൊന്ന് ഞാൻ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് സൊല്യൂഷൻ. ഇത് വർക്ക് ആകുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബ്ലൈൻഡ് 75 ലിസ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബ്ലൈൻഡ് 75ൻ്റെ ബാക്കി കുറേ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. അത് ഞാൻ അങ്ങനെ പറ്റുന്ന സമയത്തൊക്കെ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് എന്നുണ്ടെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണെങ്കിലും വേറെ എന്ത് ക്വസ്റ്റ്യൻ റിലേറ്റഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ പഠന റിലേറ്റഡ് ആയിട്ടോ അങ്ങനെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാം എന്നുള്ളതൊക്കെ എനിക്കും ആലോചിച്ച് അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.